വാണിജ്യ വ്യാപാര മേഖലയിലെ തൊഴിലാളികൾ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ഇരിപ്പിടാവകാശം നടപ്പാക്കുക, മിനിമം വേതനം പുതുക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചും ധർണയും ഷോപ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലിലേർപ്പെട്ട് എത്രയോ വർഷങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക്, ഒരു പുരുഷന് ഈ മേഖലയിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ കണക്കെത്ര എന്ന് ഈ സെൽഫി പോയിന്റിൽ വന്ന് പണമെടുക്കുന്ന ആളുകൾ നിങ്ങൾ അതുകൂടി തിരക്കണം. ഞങ്ങൾ പറയുന്നു 2016 കേരളത്തിലെ ഷോപ്പ് തൊഴിലാളികൾക്ക്, ഷോപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കുകയും ചെയ്ത് 2016 മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചു. ഗവൺമെന്റ് കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ചു. 5 വർഷം കൂടുമ്പോൾ മിനിമം വേതനം പുതുക്കേണ്ടതാണ്. 5 വർഷം കഴിഞ്ഞു. 16, 5, 21 കഴിഞ്ഞിട്ട് നാളെത്രയായി? 25 എത്തി. പിന്നെ 4 വർഷം കഴിഞ്ഞു. ഷോപ്പ് മേഖലയിലെ മിനിമം വേതനം പുതുക്കേണ്ട വർഷം 4 കൂടെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു സമരവും നടത്തിയില്ല. ന്യായമായി ഞങ്ങൾക്ക് അത് നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും ലേബർ ഓഫീസിൽ പോയാൽ ഷോപ്പ് മേഖലയിലെ മിനിമം വേതനം എത്രയാണെന്ന് പരിശോധിക്കുമ്പോൾ 2006 നിശ്ചയിച്ച മിനിമം വേതനം വെച്ച് മാത്രമേ തർക്കങ്ങളിൽ തൊഴിലാളികൾക്ക് എത്താൻ പറ്റൂ. 2021 പുതുക്കേണ്ടതാണ്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും പുതുക്കാൻ തയ്യാറായില്ല. മിനിമം വേജ് കമ്മിറ്റി, ഗവൺമെന്റ് നിശ്ചയിച്ച കമ്മീഷൻ കമ്മിറ്റി എല്ലാം തെളിവെടുപ്പ് നടത്തി. തൊഴിലാളികളുടെ ഇടയിൽ തെളിവെടുപ്പ് നടത്തി. തൊഴിലുടമയുടെ തെളിവെടുപ്പ് നടത്തി. ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകൾ ശുപാർശ നൽകി. എല്ലാം കഴിഞ്ഞ് മിനിമം വേജ് കമ്മിറ്റി നിർദ്ദേശം സമാഹരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നാകെ അത് കൊടുത്തു. ഗവൺമെന്റിന്റെ മേഖലയിലെ ചില ഉദ്യോഗസ്ഥന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ അതിന്മേൽ അടയിരിക്കുക. ഉദ്യോഗസ്ഥന്മാർ അടയിരിക്കുകയാണ്. ഫയൽ അനക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികൾക്ക് ഇരിപ്പിടം കൊടുത്തില്ലെങ്കിൽ ഒന്ന് എന്ന് ഇൻസ്പെക്ഷൻ നടത്തി ഒന്ന് ഇരിപ്പിടം കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഫൈനടിക്കും എന്ന് പറയാൻ കസേരയിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യമില്ല. അവർ ശമ്പളം മേടിക്കുന്നുണ്ട്, അവർക്ക് ന്യായമായ വേതനമുണ്ട്, അവർക്ക് DA ഉണ്ട്, അവർക്ക് എല്ലാ അലവൻസും ഉണ്ട്, ക്ഷാമബത്തയുണ്ട്, എന്തെങ്കിലും കുറഞ്ഞ പ്രശ്നമാണ്, പെൻഷനുണ്ട്, എല്ലാം ഇല്ലേ? ഇത് വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു കടയിലോട്ട് ചെന്ന് സ്റ്റൂളുണ്ടോ എന്ന് തിരക്കണം എന്ന് പറയുന്ന നിയമത്തിൽ വ്യവസ്ഥ പാലിക്കാൻ നിങ്ങൾ തയ്യാറാതെ അടയിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങളാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലയിൽ ഫയലിനകത്ത് അടയിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഷോപ്പ് മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കാൻ കഴിയാതെ തീരുമാനമെടുക്കാതെ പോകുന്നത്. ഗവൺമെന്റിന് മുന്നാകെ ഈ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ ഈ ഫയല് എത്തുന്നതിന് കാലതാമസം ചില ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമീപനം തിരുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, അതിന്റെ തൊഴിൽ വകുപ്പ് തൊഴിലാളികളോടൊപ്പമാണ്. കേന്ദ്രത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടല്ലോ, കേന്ദ്രത്തിൽ ഗവൺമെന്റ് കാണിക്കുന്ന സമീപനമാണോ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് തൊഴിലാളികളോട്? അല്ല. അപ്പോ തീർച്ചയായും ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയത്തോടൊപ്പം ഉദ്യോഗസ്ഥന്മാർ നിൽക്കണം. ഇത്തരത്തിൽ ഫയലിൽ അടയിരിക്കാൻ പാടില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് നിയമം മൂലം നടപ്പാക്കിയ ഇരിപ്പിടാവകാശം തൊഴിലുടമകൾ അട്ടിമറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മിനിമം വേതനം അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കാൻ ലേബർ ഉദ്യോഗസ്ഥരുടെ പരിശോധന കർശനമാക്കണമെന്നും അഡ്വക്കേറ്റ് പി സജി ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എഴുകോൺ സന്തോഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി G ആനന്ദൻ, നേതാക്കളായ J ഷാജി, S ശ്രീലാൽ, S ജിജി, KB ചന്ദ്ര, BA ബ്രിജിത്ത്, ഷീന പ്രസാദ്, A സാബു, JS സുധീർലാൽ, അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ, അഡ്വക്കേറ്റ് D ഷൈൻ ദേവ്, S രാമകൃഷ്ണപിള്ള, J സുഭാഷ്, മാക്സ്വെൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ യൂണിയൻ ഏരിയ ഭാരവാഹികളായ PK ബൈജു, നൌഷാദ്, ബേബി പത്രോസ്, സരിത വിനോദ്, രാജേന്ദ്രൻ പിള്ള, രാധാകൃഷ്ണൻ, അനിൽകുമാർ, A ഷറഫുദ്ദീൻ, ഷമീർ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, P അനീഷ്, പ്രവീൺ മനക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.